കൊയിലാണ്ടി മനക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. എഴുന്നള്ളത്തിന് ചമയങ്ങൾ അണിയിക്കാൻ ഒരുക്കുന്നതിനിടെയാണ് ആനകൾ ഇടഞ്ഞത്. പിന്നീട് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ആനകളെ തളച്ചത്. കൊയിലാണ്ടി മണക്കുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന വിഷ്ണു, ധനഞ്ജയൻ എന്നീ ആനകളാണ് ഇടഞ്ഞത്. എഴുന്നള്ളത്തിന് ആനകളെ ചമയങ്ങൾ അണിയിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടെയാണ് രണ്ടാനകളും നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയത്. ഉത്സവം കാണാനെത്തിയ ആയിരക്കണക്കിന് ആളുകളെ പരിഭ്രാന്തിയിലാഴ്ത്തി ധനഞ്ജയൻ എന്ന ആന ക്ഷേത്ര പരിസരത്ത് നിന്നും 5 കിലോമീറ്ററോളം ദൂരം ഓടി. പെരുവട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏറെ പണിപ്പെട്ടാണ് ധനഞ്ജയൻ എന്ന ആനയെ തളച്ചത്. വിഷ്ണു എന്ന ആന അമ്പലത്തിന് സമീപത്തുള്ള എടക്കണ്ടി സുന്ദരൻ മാസ്റ്ററുടെ വീട്ടുപരിസരത്ത് നിലയുറപ്പിച്ചത് വീട്ടുകാരെയും നാട്ടുകാരെയും വീണ്ടും പരിഭ്രാന്തിയിലാഴ്ത്തി. സുന്ദരൻ മാസ്റ്ററുടെ വീടിന്റെ മുൻഭാഗം ഭാഗികമായി തകർത്ത് രൗദ്രഭാവത്തിൽ നിന്ന വിഷ്ണുവിനെ തൃശൂരിൽ നിന്നും വന്ന വൈൽഡ് ലൈഫ് സംഘം 2 മണിയോടുകൂടിയാണ് മയക്കുവെടി വെച്ച് തളച്ചത്. ബാലുശ്ശേരി ചെനോത്ത് ഗോവിന്ദൻ ചെട്ടിയാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇടഞ്ഞ 2 ആനകളും. ആനകളുടെ പരിപാലനത്തിൽ വന്ന വീഴ്ചയാകാം 2 ആനകളും ഇടയുവാൻ കാരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടാനച്ചട്ട പരിപാലന നിയമപ്രകാരം ആന ഉടമയ്ക്കെതിരെയും ആനകളെ കൃത്യമായി പരിപാലിക്കാത്തതിൽ പാപ്പാനെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് പെരുവണ്ണാമൂഴി റേഞ്ച് ഓഫീസർ അനിൽകുമാർ പറഞ്ഞു. കൊയിലാണ്ടി CI ഹരിദാസ്, SI രാജേഷ്, റേഞ്ച് ഫ്ലൈയിംഗ് സ്ക്വാഡ് സുനിൽകുമാർ തുടങ്ങിയവർ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി.